പ്രധാനപ്പെട്ട വാർത്ത കൂടി എത്തുന്നു. ഒരു ബ്രേക്കിംഗ് വാർത്തയാണ്. അരൂരിൽ ചന്ദ്രൂരിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു സ്കൂളിൽ വളരെ പ്രധാനപ്പെട്ട വിവരവുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം നിൽക്കുന്നു. അർജുൻ മട്ടന്നൂർ, എന്താണ് ഈ ചന്ദ്രൂർ സ്കൂളിൽ സംഭവിച്ചത്? എന്താണ് നമ്മുടെ ബ്രേക്കിംഗ്? അരുൺകുമാർ, ആലപ്പുഴ ജില്ലയിലെ അരൂരിനടുത്തുള്ള ചന്ദ്രൂരിൽ ഇത്തരത്തിലൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയും +2 വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ വൈകിട്ട് ഏതാണ്ട് 4:45 സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇടവഴിയിലേക്ക് ഈ കുട്ടിയെ വിളിച്ചു കൊണ്ടുപോവുകയും അതിനുശേഷം ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഈ കുട്ടിയെ കറക്കി നിലത്തേക്ക് അടിക്കുകയും അതിനുശേഷം നെഞ്ചിലടക്കം ചവിട്ടുകയും ചെയ്തു. മാത്രമല്ല, മൂർച്ചയേറിയ ഒരു മോതിരം ഉപയോഗിച്ച്, ഒരു ഇരുമ്പ് മോതിരം ഉപയോഗിച്ച് ഈ കുട്ടിയുടെ കണ്ണിലും ഇത്തരത്തിൽ ശക്തമായി ഇടിച്ചിട്ടുണ്ട്. ആ കണ്ണിൽ ഞരമ്പിന് ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത്. എന്തായാലും SLC പരീക്ഷ, 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്കാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. കേസെടുത്തിട്ടുണ്ട്. അതിൽ ഈ 3 അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇതേപോലെ ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അപ്പുറത്തോട്ട് സംശയം ചോദിക്കാൻ പോയപ്പോൾ ഇവൻ അവൻ്റെ മോതിരം മേടിച്ച് വെച്ച്, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ പേടിച്ചിട്ട് ഒറ്റക്ക് പോകാൻ പേടി കാരണം എന്നെയും വിളിച്ചുകൊണ്ടാണ് പോയത്. അത് ഇവർക്കറിയാതെ എന്നെ അവർ വിളിക്കുള്ളൂ. വിളിച്ചുകൊണ്ട് വന്നിടത്ത് മോതിരം മേടിക്കും. ഇവർ 3 പേരും പുറത്തു പോയി നിന്ന് മോതിരം കൊണ്ട്. സ്കൂൾ വിട്ട സമയം വരുന്നു 4:30 ആയിക്കാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയപ്പോൾ ഒരു ഇടവഴിയുണ്ട് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത്. ആ ഇടവഴി ഉള്ളിലോട്ട് ജോഷിനാണ് ഈ മോതിരം മേടിച്ചത്. ജോഷിനെയും കൊണ്ട് മോതിരം തരാമെന്ന് പറഞ്ഞാൽ ഇടവഴിയുടെ ഉള്ളിലോട്ട് പോയി. ഞാനവിടെ ആ ഇടവഴിയുടെ സൈഡിൽ നിന്ന് അപ്പോൾ തന്നെ പുറകിൽ നിന്ന് ഈ ആൽഫ്രഡ് നീലെന്ന് പറയുന്ന 2 പേര് വന്ന് എൻ്റെ കയ്യിൽ കയറി പിടിച്ച് ഉള്ളിലോട്ട് കയറ്റാൻ പോയി. അപ്പോൾ ഞാനവിടെ ഒരു കമ്പി പിടിച്ച് നിന്നു. ആ കമ്പി പിടിച്ച് നിന്നിട്ട് വലിഞ്ഞിട്ട് വരാണ്ടായപ്പോൾ ഈ നീലെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പിടിച്ച് വലത്തെ കൈ പിടിച്ച് തിരിച്ച്, എന്നിട്ട് കൈവേദന എടുത്ത് താക്കിയപ്പോൾ തന്നെ ആ നിഹാല് പെട്ടെന്ന് വന്നിട്ട് എൻ്റെ കോളറിൽ പിടിച്ചിട്ട് എന്നെ നിലത്തിട്ട് കറക്കി അടിച്ച്. അത് കഴിഞ്ഞ് ചവിട്ടി അതിന് എണീപ്പിച്ചിട്ട് എൻ്റെ കൂട്ടാൻ്റെ മോതിരം എന്ന് പറഞ്ഞാൽ ഒരു മുള്ളു പോലത്തെ മോതിരമാണ്. അത് വെച്ച് ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തിട്ടിടിച്ച് ഇവിടെ കീറൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടിച്ച് അത് കഴിഞ്ഞ് അവിടെ വീണ്ടും എന്നെ കറക്കി അടിച്ച്. എക്സാം എഴുതാൻ പറ്റണില്ല. എക്സാം എഴുതുമ്പോൾ ഇവിടെ കൂടി എന്തോ പോണ പോലെ. പിന്നെ ഇപ്പുറത്തെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഈ കണ്ണാണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യണത്. അപ്പോൾ ഈ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. എക്സാം എഴുതാൻ ശരിക്കും പറ്റണില്ല. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ഏതോ ഹിഡനായിട്ടുള്ള കുറച്ച് ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കഴിവുള്ള ആൾക്കാർ കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ള ഏതോ കരങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇത് കേസ് ഇങ്ങനെ ആറിപ്പോണം, അല്ലെങ്കിൽ ഇനി ഇതിനപ്പുറത്തേക്കില്ല. അപ്പോൾ ഞങ്ങൾ മടുത്തിട്ട് ഞങ്ങൾ പിന്നോക്കം പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് സഹി ഇട്ടിട്ടാണ് ഞങ്ങൾ ഒരു രക്ഷയില്ലാണ്ട് വന്നിട്ട്. പിന്നെ ഞങ്ങൾ തുടക്കത്തിലെ ശ്രമിക്കേണ്ടതായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ധനപരമായിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത പ്രശ്നങ്ങളുള്ള കാരണമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, തുടക്കം മുതലേ എല്ലാം സഹിച്ചത്. അരൂരിൽ ചന്ദ്രൂരിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് +2 വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. വിദ്യാർത്ഥിയുടെ കണ്ണിന്റെ ഞരമ്പിന് ക്ഷതമേറ്റിട്ടുണ്ട്. 3 വിദ്യാർത്ഥികൾക്കെതിരെ അരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 13-ന് നടന്ന സംഭവത്തിൽ പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിച്ചെന്നും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബം ആരോപിച്ചിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്. അർജുൻ മട്ടന്നൂരിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അർജുൻ മട്ടന്നൂർ, ഈ പോലീസ് ഈ കേസ് ഒതുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? 13-ാം തീയതി ഈ സംഭവം നടന്നു. ഇന്നിപ്പോൾ ഏകദേശം 20 ദിവസം പിന്നിടുന്നു. പക്ഷേ കാര്യമായിട്ട് ആ കേസിൽ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണോ രക്ഷിതാക്കൾ പറയുന്നത്? സ്കൂൾ അധികൃതരുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കുടുംബം പരാതി നൽകുന്നുണ്ട്. ഏതാണ്ട് 18-ാം തീയതി FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിൽ കേസെടുക്കാനും അതിൽ മറ്റ് തുടർ നടപടിയെടുക്കാനും മടിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിന് പിന്നാലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയെ കാണുകയും ഈ പരാതി നേരിട്ട് അറിയിക്കുകയും ചെയ്തു. പിന്നീട് SP-യുടെ അടക്കം നിർദ്ദേശപ്രകാരമാണ് വിശദമായ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുകയും അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് എന്നതാണ് കുടുംബം പറയുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഇരുമ്പ് ആയുധം ഉപയോഗിച്ച് ഇത്തരത്തിൽ കണ്ണിൽ പരിക്കേൽപ്പിക്കുമ്പോൾ ഇടേണ്ട ചില വകുപ്പുകൾ ഇതിൽ ചേർത്തിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഇതുവരെ ഈ കുട്ടികളുടെ മൊഴിയെടുക്കുകയോ ഈ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുകയോ പോലീസ് ചെയ്തിട്ടില്ല എന്നും ഈ കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇതിൽ തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. അതേസമയം ഈ സ്കൂൾ അധികൃതർ ഇത്
സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കുട്ടികൾ തമ്മിൽ അത്തരമൊരു പ്രശ്നമുണ്ടായി, അതിനിടയിൽ സംഭവിച്ചതാണ്, സ്കൂളിൻ്റെ സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് എന്നതാണ് ഈ സ്കൂൾ അധികൃതരുടെ വാദം. എന്തായാലും ഇത്തരത്തിലൊരു പരീക്ഷ ചെയ്യുന്ന കുട്ടിക്ക് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. മാത്രമല്ല കുട്ടിയുടെ ഒരു കണ്ണിന് ഏതാണ്ട് ചില ബുദ്ധിമുട്ടുകൾ ആ കുട്ടി അനുഭവിക്കുന്നുണ്ട്. കൃത്യമായി കഴിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും പോലീസ് ഈ കേസ് അന്വേഷിക്കേണ്ടതാണ്. സ്കൂൾ അധികൃതരും എന്താണ് സംഭവം നടന്നത് എന്ന് അന്വേഷിക്കുക. മാതൃകാപരമായ നടപടി ഉണ്ടാവണം. ഒരു കുഞ്ഞിന്റെ കണ്ണൊക്കെ ഇടിച്ച് കലക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? ഞരമ്പിനൊക്കെ ക്ഷതമേറ്റ എന്തായിരിക്കും അവസ്ഥ? നേരത്തെ താമരശ്ശേരിയിൽ ഈ കണ്ണ് ഇടിച്ചു നോക്കിയിട്ട് ഈ കുറ്റം ചെയ്ത കുട്ടിയുണ്ടല്ലോ, മർദ്ദിച്ച കുട്ടിയുടെ ഒരു ചാറ്റ് സന്ദേശം പുറത്തു വന്നു. ഞാനവനെ കൊല്ലുമെന്ന് പറഞ്ഞതല്ലേ ഷഹബാസിനെ, അവനെ കണ്ണു നോക്ക്, കണ്ണൊന്നും ഇല്ല എന്നാ പറയുന്നത്. ഇങ്ങനെ ഇത്രയും നിർവികാരമായ ഒരു കുട്ടിക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് അന്വേഷിക്കണം. അവന്റെ കയ്യിൽ നഞ്ചക്ക് കൊടുത്തു വിട്ടത് ആ അച്ഛനാണെങ്കിലുണ്ടല്ലോ, ആ അച്ഛനെ സംരക്ഷിച്ച് നിർത്തുന്ന മനുഷ്യരെയും ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കണം. അവരുടെ ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഉണ്ടായിരുന്നുവെന്നാണ്. അയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ നഞ്ചക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മകനെ നഞ്ചക്ക് കൊടുത്ത് വിടാൻ തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം താങ്കൾ ഓർമ്മിക്കണം. താങ്കളുടെ മകനും ഒരു നഞ്ചക്ക് എവിടെയോ കാത്തിരിപ്പുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എങ്കിൽ പോലും നിയമവും നീതിപീഠവും ഒക്കെ ഇവിടെ ഉണ്ടാവും. അത് ഏത് പാർട്ടിയുടെ പിൻബലത്തിലുള്ളതാണെങ്കിലും ഷഹബാസിന്റെ അച്ഛൻ്റെ കണ്ണുനീരിൻ്റെ വില അത് അനുഭവിക്കും താങ്കൾ എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യമൊക്കെ മനസ്സിലാക്കുക. രക്ഷിതാക്കൾ ഒരു കാരണവശാലും ഈ കുഞ്ഞുങ്ങളെ ഈ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം ആയുധങ്ങൾ കൊടുത്തുവിടരുത്. ഈ ആയുധം കൊടുത്തുവിട്ടതിനു പിന്നിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നുള്ളത് പ്രത്യേകം പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് പകരം അകത്തുപോയി കിടക്കേണ്ടത് ഈ അച്ഛനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.